നമ്മളിപ്പോൾ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം എന്നതാണ്. ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും നമുക്ക് വേണ്ടതുപോലെ ആയിട്ടില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്, ചിലർ ഇശാവും നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ ഭൗതികമായ ചിന്തകളൊന്നും കടന്നു വരാതെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടന്ന നമ്മൾ ആ അല്ലാഹുവിൻ്റെ മഹത്വം കണക്കിലെടുത്ത് ഒരു ചെറിയ സമയം അല്ലാഹുവുമായി സംഭാഷണം നടത്തുമ്പോൾ ആ സംഭാഷണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മറ്റുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ആ നിസ്കാരത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന ദിക്റുകളുടെയും ഓത്തുകളുടെയും ഒക്കെ മാന ചിന്തിച്ചുകൊണ്ട് ഭക്തിപൂർവം നിസ്കരിക്കുകയാണല്ലോ വേണ്ടത്. പക്ഷേ അങ്ങനെയാണ് ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചത് എന്നൊരു അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് സാധിക്കുമോ? നമ്മിൽ പലർക്കും സാധിക്കുമോ? ഞാനിത് പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്, ചെയ്യുന്നവരാണ് എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ന്യൂനതകളുടെ പട്ടികകളാണുള്ളത് എന്ന കൃത്യമായ ബോധത്തോടുകൂടി യജമാനനായ അള്ളാഹുവിനോട് ധാരാളമായി മാപ്പ് പറയേണ്ടവരാണ് നമ്മൾ. അങ്ങനെ മാപ്പ് പറയുമ്പോഴാണ് നമ്മുടെ ആത്മീയമായ ശുദ്ധീകരണം നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന് നന്നാകാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായി വേണ്ടത് തൗബയാണ്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ അഅ്ബരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബുൽ അദ്കിയായിൽ മറാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫല്യഹ്ഫദൻ ഹാദൽ വസായ ആമില എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടജനങ്ങളുടെ മാർഗം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ മാർഗത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വസയ്യത്തുകൾ പാലിക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ കിതാബുൽ അദ്കിയായിൽ ആദ്യം തന്നെ പറയുന്ന വിഷയം മിൻഹ തൗബതു, ഒന്നാമത്തേത് തൗബയാണ്. ജീവിതത്തിൽ, കഴിഞ്ഞ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയതിലും ചെയ്ത സൽക്കർമ്മങ്ങളിൽ ന്യൂനതകൾ സംഭവിച്ചു പോയതിലും അതേസമയം അള്ളാഹുവിൻ്റെ ഭക്ഷണവും വെള്ളവും കഴിച്ച് അവൻ്റെ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ ശരീരത്തിൽ വിലപിടിച്ച ഒരുപാട് ഉപകരണങ്ങൾ, കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയതാണ്. അതിനൊന്നും വില പറയാൻ കഴിയില്ല. അങ്ങനെ അല്ലാഹു തആല തന്ന എല്ലാ ഉപകരണങ്ങളും, എല്ലാ അവയവങ്ങളും, അവൻ തന്ന വെള്ളമല്ലാതെ നമ്മൾ കുടിച്ചിട്ടില്ല, അവൻ തന്ന ഓക്സിജൻ അല്ലാതെ നമ്മൾ ശ്വസിച്ചിട്ടില്ല, അവൻ തന്ന ഭക്ഷണമല്ലാതെ നമ്മൾ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കാൻ പോകുന്നുമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പിശാചിന് വഴിപ്പെട്ട് നമ്മളിൽ നിന്ന് അനാവശ്യമായത് പലതും വന്നുപോയി. അതിൽ അങ്ങേയറ്റത്തെ ഖേദം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുണ്ടാവുകയും ഇനി മേലിൽ ഞാൻ ആ തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന തെറ്റുകൾ നിർത്തിവെക്കുകയും എന്നിട്ട് മറ്റുള്ള മനുഷ്യരോട് വല്ല തെറ്റുകളും നമ്മളിൽ നിന്ന് വന്നുപോയെങ്കിൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഖേദത്തോടു കൂടിയുള്ള മാപ്പ് പറയലിൽ അള്ളാഹു മാപ്പ് തരുമെങ്കിലും സൃഷ്ടികളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ അവരുടെ അവകാശങ്ങളാണെങ്കിൽ കൊടുത്തു വീട്ടുകയോ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടുള്ള ശരിയായ ഒരു തൗബ, وبعزم ترك الذنب فيما استقبل وبراءة من كل حق الآدمي فلهذه الأركان فرع وكملا. നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും, നമ്മളെല്ലാം അല്ലാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. നമ്മുടെ യാത്രയുടെ ദിനം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതല്ലല്ലോ. നമ്മുടെ കൂടെയുള്ള എത്രയെത്ര ആളുകൾ, സ്നേഹിതന്മാർ, കൂടെ പഠിച്ചവരും, നമ്മുടെ കൂടെ ദർസിൽ പഠിച്ച വിദ്യാർത്ഥികളും, നമ്മുടെ കൂടെ സഹപാഠികളായി ഉണ്ടായവരും, നമ്മുടെ കൂടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്നവർ. എനിക്ക് വെള്ളിലെ മുഹമ്മദ് ഫൈസി അവരുടെ ഓർമ്മ വരികയാണ്, ഖാലിദ് സാഹിബിനെ ഓർമ്മ വരികയാണ്, അങ്ങനെ പലരെയും ഓർമ്മ വരികയാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ എന്നാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി യാതൊരു അറിവും ഇല്ലാത്തവരാകുമ്പോൾ റമദാൻ ആയിട്ട് തൗബ ചെയ്യാം എന്ന് വിചാരിക്കരുത്. ബറാഅത്ത് രാവ് വരെ നീട്ടിവെക്കരുത്. നമ്മൾ ഏത് സമയത്തും അള്ളാഹു വിളിച്ചാൽ ഉത്തരം ചെയ്യണം എന്ന ബോധത്തോടുകൂടി
നമ്മൾ നല്ല തൗബയുടെ മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണമായി ഈ ആയത്തിൽ റബ്ബ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 2 ദിവസം മുമ്പ് പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിച്ചുപോയി. അതുപോലെ എത്രയെത്ര ആളുകൾ, യുവാക്കൾ, ചെറുപ്പക്കാർ മരിക്കുന്നത് നമ്മൾ കാണുന്നു. മരിച്ചതിന് ശേഷം നമ്മൾ ഖേദിച്ചത് കൊണ്ടൊരു കാര്യവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ആവശ്യം അത്താഇബൂൻ, തൗബ ചെയ്യുന്നവരാവുക, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് പടച്ച റബ്ബിനോട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് ഒറ്റക്കിരുന്ന് റബ്ബിനോട് താണു വീണ് മാപ്പപേക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സദസ്സിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാരുണ്ടാകുമെന്നാണ് സംഘാടകർ സൂചിപ്പിച്ചത്. നമ്മൾ ഈ നല്ല രാത്രികൾ വരും. ശഅബാൻ 15-ാം രാവ് വളരെ മഹത്വമേറിയ രാത്രിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് പഠിപ്പിച്ച രാത്രിയാണ്. എത്രയോ ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാലാണല്ലോ ബറാഅത്ത്, വിമോചനം എന്ന പേര് തന്നെ ആ രാത്രിക്ക് സംഭവിച്ചിട്ടുള്ളത്. ആ മഹത്തായ രാത്രിയിലും അതുപോലെ നല്ല നല്ല ദിനങ്ങളിലും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി നമ്മളൊന്ന് കഴുകി വൃത്തിയാകണം, നമ്മളൊന്ന് കുളിച്ചു കയറണം. ആ കുളിച്ചു കയറാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് തൗബ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കുക, അവൻ തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു ജീവിതത്തിൽ ചെയ്തു തന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന റബ്ബ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അല്ലാഹു തആല കണ്ണ് തന്നു. ആ കണ്ണുകൊണ്ട് ഖുർആൻ മുസ്ഹഫ് നോക്കുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് കഅബ ശരീഫിലേക്ക് നോക്കുന്നത് പുണ്യകർമ്മമാണ്. അതുപോലെ മാതാപിതാക്കളുടെ മുഖത്ത് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ആദരവോടെ നോക്കുന്നത് പുണ്യകർമ്മമാണ്. ഭർത്താവിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്നതും നല്ലതാണ്. അതേപോലെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് മാത്രം സന്തോഷത്തോടെ നോക്കുന്നതും പുണ്യം തന്നെയാണ്. അതുപോലെ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് അത് പുണ്യകർമ്മമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷനായ ആലിമാകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുന്നത് പുണ്യകർമ്മമാണ്. സ്ത്രീകളിലുള്ള ആലിമത്താണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കുന്നതും അവർക്കും പുണ്യകർമ്മമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ കണ്ണുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പുണ്യങ്ങളുണ്ട്. നമുക്ക് മനഃപ്പാടമുള്ള സൂറത്ത് യാസീനാണെങ്കിലും അത് മുസ്ഹഫ് നോക്കി ഓതലാണല്ലോ കൂടുതൽ പുണ്യം. അങ്ങനെ ഖുർആനിലേക്ക് നോക്കുന്നത് പുണ്യമാണ്.